നോമ്പിന് പത്തിരിക്കും നെയ്ച്ചോറിനൊക്കെ എല്ലാ ദിവസവും ഒരേ നാടൻ ചിക്കൻ കറിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒരു വെറൈറ്റിയാണിത്, പാകിസ്ഥാനി ചിക്കൻ കറി. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി നോക്കിയാലോ. ആദ്യം തന്നെ ഫസ്റ്റ് 1-2 സ്റ്റെപ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞുതരാം. വലിയൊരു ഉരുളി വെച്ചിട്ടേ 1 സ്പൂൺ ബട്ടറും 1 സ്പൂൺ നല്ലത് ഗീ കേട്ടോ, നെയ്യും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഹോൾ സ്പൈസസ് 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇടുക. പിന്നെ ചെറിയ ജീരകം 1/4 സ്പൂൺ ഇടുക. എന്നിട്ട് അതൊന്ന് പൊട്ടുമ്പോൾ നമ്മളൊരു 3 സവാള പൊട്ടിയായി അരിഞ്ഞതും 2 പച്ചമുളക് ഇടണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് ഇളക്കിയിട്ട് നേരെ ചിക്കൻ അങ്ങോട്ട് ഇടുകയാണ്. മഞ്ഞളും മുളകും മസാലയൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ചിക്കൻ്റെ പീസസ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഹോൾ സ്പൈസസും കിടക്കുന്ന നെയ്യിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇടുക. എന്നിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും വരുന്ന പോലെ. എന്നിട്ട് മൂടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക കേട്ടോ. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായി വെന്തു. എന്നിട്ട് നമ്മളൊരു 3 തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർക്കുക കേട്ടോ. എല്ലാം നല്ല പൊടിയായിട്ട് ഫൈനായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ മഞ്ഞളും മുളകും മല്ലിയൊക്കെ ഇട്ടിട്ടല്ലേ വേവിക്കുക. ഇതിൽ ചിക്കൻ ഫുള്ള് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒക്കെ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടെ കേട്ടോ. നന്നായി കുറച്ച് നേരം നന്നായിട്ട് പിടിച്ചിളക്കുക, എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ഒന്ന് എത്തട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെറിയ ജീരകം പൊടിച്ച് വറുത്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ. 1 ടീസ്പൂണാണുള്ളത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം നമ്മൾ അവിടെ ഇങ്ങനെ ചൂടാക്കിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ് ചട്ടിയിൽ കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നന്നായി ഇടിച്ച് പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അങ്ങനെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതാണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരാനും. ഈ പാകിസ്ഥാനി ഡിഷസിലൊക്കെ നമ്മൾ ഈ ചെറിയ ജീരകം പൊടിച്ച് ചേർക്കും. നമ്മളിവിടെ സാധാരണ പെരുംജീരകമല്ലേ നാടൻ പ്രിപ്പറേഷൻസിലൊക്കെ ചേർക്കുക. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ല റെഡ് കളറുള്ള കാശ്മീരി പൗഡർ കേട്ടോ, ചില്ലി പൗഡർ. അങ്ങനെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കുക. ഇതുവരെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. സവാളയുടെയും ഒക്കെ വെള്ളത്തിൽ കിടന്നിട്ടാണ് ചിക്കൻ വെന്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ചേർത്തത്. എന്നിട്ട് പിന്നെ ഇപ്പോൾ മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. പിന്നെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഫുൾ എത്തുന്ന വിധത്തിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇളക്കാം കേട്ടോ. ഇങ്ങനെ ഫുള്ള് ഇളക്കലൊക്കെ മിക്സിങ്ങൊക്കെ നന്നായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈ ജീരകമൊക്കെ ഓൾറെഡി നമ്മൾ ചേർത്തു. അതുപോലെ തന്നെ ജീരകം ചൂടാക്കിയ പോലെ നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും വറക്കണം കേട്ടോ. പിന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഈ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ മൂടി വെക്കണം. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്തത് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഈ വറുത്ത് വെച്ച പട്ടയും ഗ്രാമ്പും ഏലക്കായും നമ്മൾ പൊടിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. ഏലക്കായൻ്റെ അടുത്ത് ഓൾറെഡി വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പട്ടയും ഗ്രാമ്പും മാത്രമേ വറുത്ത് പൊടിച്ചിട്ടുള്ളൂ ഇപ്പോൾ കേട്ടോ. പിന്നെ വറുത്ത് പൊടിച്ച ഏലക്കായുടെ പൊടി ചേർക്കുക ചെയ്തത്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് തൈരാണ്. ഒരു 1/2 കപ്പ് തൈര് കേട്ടോ. എന്നിട്ട് ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ, എല്ലാ ഭാഗത്തും ആവുന്നവരെ. പിന്നെ അങ്ങനെ ഇതൊരു ഡിഫറൻസാണ്. നമ്മളെല്ലാ ചിക്കൻ കറിയിലും സാധാരണ തൈര് ചേർക്കാറില്ലല്ലോ. ഇത് തൈരൊക്കെ ചേർത്താലും ഓവർ പുളിപ്പോ അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ. കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കസൂരി മേത്തി വേണം. കസൂരി മേത്തി നമുക്ക് 1 ടീസ്പൂൺ വേണം കേട്ടോ. അത് നമ്മൾ കയ്യിലിട്ടിട്ടൊന്ന് നന്നായി ഇങ്ങനെ പൊടിച്ചിട്ടൊക്കെ ക്രഷ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് വിശദമായിട്ട് എല്ലാ ഭാഗവും കൂടി അടിയിൽ ഒന്ന് ഫുള്ള് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി കസൂരി മേത്തിയുടെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ള് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ സ്പൈസസും ഒക്കെ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീം മാത്രമാണ് കേട്ടോ. കണ്ടോ, പട്ടയും ഗ്രാമ്പും കസൂരി മേത്തിയും ഒക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കുക. ആകെ ഒരു 3/4 ഗ്ലാസ് വെള്ളം മാത്രം നമ്മളിതിൽ ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഫ്രഷ് ക്രീമും, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് ചേർത്താലും മതി കേട്ടോ. ഒരു ഹാഫ് കപ്പ് പാല് ചേർക്കാം. ഇനി ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ ചേർത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. അത് ഏലക്കായ പൊടിച്ചത് എൻ്റെ അടുത്ത് ഓൾറെഡി വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ രണ്ടാമത് വറുത്തില്ലാന്നേ ഉള്ളൂ. ഏലക്കായയുടെ പൊടിയും ചേർത്തു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടോ. എന്തൊരു അടിപൊളി സ്മെല്ലാണ് വരുന്നതെന്ന് അറിയാം. ഇത് പത്തിരിയുടെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. ലാസ്റ്റ് ഒരു ക്യൂബ് ബട്ടറും കൂടി ഇതിൻ്റെ മുകളിലിടണം. എൻ്റെ ബട്ടർ തീർന്നതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടോ. അപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ബട്ടർ തന്നെയായിരുന്നു ചേർത്ത്. എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ. ബട്ടറിൻ്റെ മണം ഒന്നും കൂടി ഇങ്ങനെ എടുത്ത് നിൽക്കുന്നേ ഉള്ളൂ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ചെറിയ തീയിലൊന്ന് കിടക്കട്ടെ. ആ മസാലയൊക്കെ ഒന്ന് ഫുള്ള് ചിക്കനിലേക്കൊക്കെ ഇറങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് പാല് ചേർക്കാം.
അങ്ങനെ ഒരു അരക്കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി മൂടി വെക്കാനൊന്നുമില്ല. ഫുള്ള് എല്ലാ ഭാഗത്തും ഒന്ന് ആ ഫ്രഷ് ക്രീമും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒന്നിട്ട് തിളച്ചാൽ മതി. ആ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. എപ്പോഴും ഈ നോർമൽ കറി ഇങ്ങനെ കഴിച്ച് മടുക്കൂലേ നോമ്പിനൊക്കെ, എല്ലാ ദിവസവും ചിക്കനും ബീഫൊക്കെ തന്നെ ആകുമ്പോൾ. അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് പത്തിരിക്കും നെയ്ച്ചോറുക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ പാകിസ്ഥാനി ചിക്കൻ കറി. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ കിഡിലൻ സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ സാധനങ്ങളൊക്കെ കഴിക്കാനിങ്ങനെ തോന്നുന്നൊരു സമയമാണല്ലോ ഈ നോമ്പ് തുറക്കുന്ന നേരം. അപ്പോൾ നമ്മുടെ കറി വിളമ്പാനിങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. ഈ നമ്മൾ പാലോ ഫ്രഷ് ക്രീമോ ഒക്കെ ഒഴിച്ച് ഒന്ന് തിളച്ചാൽ മതി, പിന്നെ മൂടി വെക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇതാ തള വന്നു. അപ്പോൾ നമ്മളിങ്ങനെ അടുപ്പ് ഓഫാക്കി. പിന്നെ നമ്മളതിൻ്റെ കൂടെ കഴിക്കാനൊന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കുക്കറൊക്കെ ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് നെയ്ച്ചോറൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കറി വിളമ്പുകയാണ്. ഇങ്ങനെ ടേബിളിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല ഗ്രേവിയും പീസും ഒക്കെ കൂടി എടുത്ത് ഇങ്ങനെ വിളമ്പിട്ടോ. ഇന്ന് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. കുറേ ദിവസം പത്തിരി തന്നെ തിന്ന് മടുത്തിട്ട് ഇപ്പം ഒന്നൊരു ചേഞ്ചിന് നെയ്ച്ചോറാക്കി. സ്നാക്സായിട്ട് പിന്നെ നമ്മളിന്ന് സ്പ്രിങ് റോളും സമോസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും വിളമ്പി കഴിഞ്ഞു. ഇതും കൂടിയുള്ളൂ. ഇതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വിളമ്പി റെഡിയായി. ലൈം ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും പിന്നെ നമ്മളെ സ്പ്രിങ് റോളുണ്ട്, സമൂസയുണ്ട്, പിന്നെ നമ്മുടെ ഗീ റൈസും പാകിസ്ഥാനി ചിക്കൻ കറി. അതാണല്ലോ ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ന് സ്നാക്സിനേക്കാൾ മുമ്പ് നെയ്ച്ചോറും പാകിസ്ഥാനി ചിക്കൻ കറിയും ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ മണമൊക്കെ അങ്ങനെ മൂക്കിലേക്ക് അടിച്ചിട്ടേ ഇത് ഫസ്റ്റ് കഴിക്കാമെന്നുള്ള പ്ലാനിലാട്ടോ. അങ്ങനെ നല്ല ചൂട് നെയ്ച്ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പി. എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് പാകിസ്ഥാനി ചിക്കൻ കറിയൊക്കെ ഒരു പീസും ഗ്രേവിയൊക്കെ ആയിട്ട് ഇങ്ങനെ വിളമ്പാൻ കേട്ടോ. ഇത് പത്തിരിക്കും അതെ, നെയ്ച്ചോറിലേക്കും അതെ, പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. കുറച്ച് ഗ്രേവിയും ഒരു പീസ് ചിക്കനും ഒക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ കുഴച്ചിട്ട് ആ നെയ്ച്ചോറിൻ്റെ കൂടെ ഒന്നിങ്ങനെ ഒന്ന് കഴിക്കണം കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ നോമ്പിന് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മൾ സ്പ്രിങ് റോളിനെ ഇപ്രാവശ്യം സെക്കൻഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ സൈഡിൽ പ്ലേറ്റിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല ടേസ്റ്റിൽ തന്നെ ഈ പാകിസ്ഥാനി ചിക്കൻ കറിയും ഗീ റൈസും നമ്മൾ ഫിനിഷ്